പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ. അതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം. ഇതിനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുദ്രകുത്തൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാം, വേണമെങ്കിൽ ലഞ്ചായിട്ടും കഴിക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അല്ലേ. എനിവേ, ഒരു കപ്പ് ഓട്സ് എടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലുള്ള കലാപരിപാടിയാണ്. നോട്ട് ദ പോയിന്റ്. അങ്ങനെ റോസ്റ്റ് ചെയ്തൊരു മണക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം. ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് നെയ്യ് എടുക്കാം. ഞാനിവിടെ നെയ്യാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ആദ്യം ക്യാരറ്റാണ് എടുക്കുന്നത്, പിന്നെ കുറച്ച് ബീൻസ് എടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊരു പച്ചമണക്ക് മാറി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓട്സ് ഉപ്മാവില് ഞാൻ പച്ചമുളക് ചേർക്കാറില്ല. കാരണം വേറൊന്നല്ല, ഓട്സിൻ്റെയും ആ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പ്ലെയിൻ ടേസ്റ്റ് ഉണ്ടല്ലോ. പച്ചമുളക് ഇട്ടാൽ ആ ഒരു ഫീല് കിട്ടില്ല. ഉപ്പും ലൈറ്റായിട്ട് മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് ഓട്സിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാവുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന് തോന്നരുത്. ഉപ്പ് കുറച്ച് താഴെയാവുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ മൂടി വെച്ചിട്ട് വേണം ഇത് ലോ ഫ്ലെയിമിൽ വേവിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. കാരണം നമ്മളിതിൽ വെള്ളം കുറച്ചാണല്ലോ ചേർക്കുന്നത്. അങ്ങനെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഫ്രൈ ചെയ്ത് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് മെരുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഹെൽത്തി ഫുഡായിട്ടാണ് ഓട്സ് ഉപ്മാവ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല, നമുക്കിതിൽ വേറെ കറികളില്ലാതെയും ഇത് കഴിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പ്രൊഡക്റ്റീവ് ഡേ തുടങ്ങിയാലോ.